നമസ്കാരം. 2025 കുംഭമേളയുടെ തിരക്കിനിടെ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന ഒരു 16 വയസ്സുകാരിയുടെ നീലക്കണ്ണുകൾ, അവളുടെ ആകർഷകമായ സംസാരവും വ്യക്തിത്വവുമൊക്കെ ഏതോ ഒരു ക്യാമറ കണ്ണിൽ ഉടക്കി. അതിനെ തുടർന്ന് ഒരുപാട് ക്യാമറകൾ അവളെ തേടിച്ചെന്നു. അവളെ ആ തിരക്കിനിടയിൽ നിന്നും ആളുകളുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന, അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പൊതിഞ്ഞ് അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒന്നും നമ്മൾ ഇതുവരെയും മറക്കാറായിട്ടില്ല. അവളുടെ പേര് മൊണാലിസ എന്നായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം, അവൾ അങ്ങനെ വൈറലായതിനു ശേഷം ഒരുപാട് ഉദ്ഘാടന പരിപാടികളും സിനിമകളും സീരിയലുകളും ആൽബങ്ങളും ഒക്കെ അവളെ തേടിയെത്തി. തൽക്കാലം അവളിപ്പോൾ ഒരു പ്രശസ്തയാണ് എന്ന് പറയാം. തൽക്കാലം എന്ന വാക്ക് ബോധപൂർവം തന്നെ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ ഇതാ മതേതര കേരളം അവളുടെ വിവാഹം ആഘോഷിക്കുകയാണ്. വേറെ ഒരിടത്തും അവർ സുരക്ഷിതയല്ല എന്ന കാരണത്താൽ അവളുടെ വിവാഹത്തിനും വിവാഹ ജീവിതത്തിനും വേണ്ടി അവൾ കേരളം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അവൾ ഒരു ക്രിസ്ത്യാനിയാണ്. അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം യുവാവിനെയാണ്. അവളൊരു ക്രിസ്ത്യാനിയും പയ്യനൊരു മുസ്ലിമുമായി പോയി എന്നതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നതേയില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത്. എങ്കിലും അവൾ എടുത്തത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു, അപക്വമായ തീരുമാനമായിരുന്നു, വിവരദോഷമായിരുന്നു, എടുത്തുചാട്ടമായിരുന്നു ഇത് പൂർണ്ണമായിട്ടും എന്ന് ഉറപ്പിച്ചു പറയുന്നതിന് എനിക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവരുടെ വിവാഹത്തിന് ശേഷം ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും അങ്ങോട്ട് ചോദിച്ചെങ്കിലും ചില ഉത്തരങ്ങൾ ഇങ്ങോട്ട് പറയാൻ വെമ്പി നിൽക്കുകയായിരുന്നു ആ യുവാവ്. എത്ര പേരാ യുവാവിന്റെ ബൈറ്റ് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. യുവാവ് ഇങ്ങോട്ടായിട്ട് കുറെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഞങ്ങൾ ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതാണ്, ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല ക്ഷേത്രം, നല്ല അന്തരീക്ഷം, കേരളം നല്ലതാണ്, കേരളത്തിലെ ജനങ്ങൾ നല്ലതാണ്, അതുകൊണ്ട് കല്യാണം കഴിച്ചേക്കാം എന്ന് കരുതി. 6 മാസമേ ആയുള്ളൂ ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട്. മൊണാലിസ എന്ന പക്ക ഗ്രാമത്തിൽ ജനിച്ച ഒരു ഗ്രാമീണ പെൺകുട്ടി, അവൾ ഈ പ്രശസ്തിയുടെ വെള്ളിവെളിച്ചത്തിലേക്ക് വരുന്നതേ ആ കുംഭമേളയിൽ വൈറലായതിനു ശേഷമാണ്. അവൾ ലോകം അറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൾക്ക് 17 വയസ്സേ ഉള്ളൂ എന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും 18 വയസ്സ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് വിവാഹത്തിന് അനുമതി കൊടുത്തതെന്ന് പോലീസ് പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല. അഥവാ പെൺകുട്ടി പ്രായപൂർത്തിയായില്ലെങ്കിൽ അതിന് മുൻകൈ എടുത്ത ആളുകളൊക്കെ അതിൻ്റെ പുറകെ തൂങ്ങിക്കൊള്ളും. അവർ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിട്ടുകൊള്ളും. നമ്മൾ ഏതായാലും അതല്ല ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു മുസ്ലിമും ക്രിസ്ത്യാനിയും ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് എന്നും ആരും വിചാരിക്കേണ്ട. ഇത് ഞാൻ പറയാൻ കാരണം, ഈ യുവാവ് ഇങ്ങോട്ടായിട്ട് പറയുകയാണ്, മൊണാലിസയാണ് എന്നെ പ്രപ്പോസ് ചെയ്തത്. 6 मंथ का प्यार है हमारा. मोनालिसा प्रपोज किया मुझे. मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं हमें करना है, अच्छा लग रहा है. ഞങ്ങൾ 6 മാസമായിട്ട് പ്രണയത്തിലായിരുന്നു. വെറും 6 മാസം. അതും എങ്ങനെയാണ്? നേരിട്ടുള്ള സൗഹൃദമൊന്നുമല്ല, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ്. എനിക്ക് ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ അപക്വമായ ചടുലമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നതിൽ. പെട്ടെന്നൊരു ദിവസം പ്രശസ്തരാകുന്ന വ്യക്തികൾക്ക് ഉണ്ടായേക്കാവുന്ന വലിയ ദുരന്തങ്ങളുണ്ട്. അത്തരമൊരു ദുരന്തമാണ് ഇപ്പോൾ മൊണാലിസയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആരും മറന്നിട്ടില്ല രേണു മണ്ഡലിനെ, അല്ലേ? തേരി മേരി തേരി മേരി, ആ ഒരു പാട്ടിലൂടെ ഭയങ്കര വൈറലായി. അതിനുശേഷം മലയാളികൾ ഇവിടെ വരെ കൊണ്ടുവന്നു. അവർക്ക് പിന്നെ കുറേ നാൾ ഉദ്ഘാടന പരിപാടികൾ, അത് ഇത് എന്ന് പറഞ്ഞ് അവരെ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? यहाँ मिली तो बहुत अच्छे से बात किया. घर में लॉक लगा है, घर का आप सिचुएशन और स्थिति देख सकते हो. വളരെ ദാരുണമാണ്. പണ്ടത്തേതിനേക്കാളും മോശമായ അവസ്ഥയിലാണ് അവരിപ്പോൾ ജീവിച്ചു പോകുന്നത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പ്രശസ്തരാകുന്ന ആളുകൾക്ക് സംഭവിക്കാവുന്ന പ്രശ്നം, അതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും നമ്മൾ ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ സാമ്പത്തികം അധികം കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ലോട്ടറി അടിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സാധാരണ മനുഷ്യർ പറയും, ലോട്ടറി അടിച്ചവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല എന്ന്. അങ്ങനെ നമ്മൾ പറയരുത്. ലോട്ടറി അടിച്ച് കൃത്യമായിട്ട് പൈസ മാനേജ് ചെയ്ത്, മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതറിയാത്തവർ പെട്ടെന്നൊരു ദിവസം കുറേ തുക കയ്യിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അവർക്കൊരു പിടിയും കിട്ടില്ല. പിന്നെ അവർ കണ്ണിൽ കാണുന്നതിന് വേണ്ടി എല്ലാം അങ്ങ് ചിലവഴിക്കും, എല്ലായിടത്തും കൊണ്ട് തലവയ്ക്കും. പിന്നെ അങ്ങ് ഒരു കുറച്ച് നാളത്തേക്കൊരു ധൂർത്തും ആർഭാടവും ഒരു ഷോ ഓഫും ആയിരിക്കും. അതുപോലെയാണ് പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് കടക്കുന്ന ആളുകൾക്ക്. ഈ പണത്തിനേക്കാൾ ലഹരിയാണ് ഈ പ്രശസ്തിക്ക്. അതിനുവേണ്ടി മനുഷ്യർ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കാലം കൂടിയാണിത്. എനിക്ക് ദുഃഖം തോന്നിയത്, ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടി
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഗ്രാമത്തിൽ, മധ്യപ്രദേശിലെ വളരെ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. അവളവിടെ രുദ്രാക്ഷമാലയൊക്കെ വിൽക്കാൻ നിൽക്കുമ്പോൾ ഈ ക്യാമറക്കാരെല്ലാവരും കൂടെ ചെന്ന് അവളെ ശല്യപ്പെടുത്തുകയാണ്, ആളുകൾ കൂട്ടം കൂടുകയാണ്. അപ്പോൾ ഇവരുടെ കുടുംബം ഇവൾക്ക് കൊടുത്തൊരു പ്രൊട്ടക്ഷൻ അത് അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ സഹോദരിയാണെങ്കിലും അച്ഛനും അമ്മയും എല്ലാ ബന്ധുക്കളും ചേർന്ന് അവളെ ആരും തൊടാതെ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അവളിലേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ, അന്ന് അവൾ പ്രശസ്തയൊന്നും അല്ല, എന്നിട്ടും അവൾക്ക് കൊടുത്തൊരു പ്രൊട്ടക്ഷൻ അവരെത്രത്തോളം സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും മൊണാലിസ ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു വിവാഹത്തിന് കാരണമായിട്ട് പറയുന്നത് വീട്ടിൽ വേറൊരു വിവാഹം ആലോചിച്ചു, അതിൽ തനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നാണ്. അല്ലാതെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പീഡനം അനുഭവിക്കുന്നതായിട്ടോ അവർ ദ്രോഹിക്കുന്നതായിട്ടോ മുതലെടുക്കുന്നതായിട്ടോ ഒന്നും ഈ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടുകാർ ഇക്കാര്യത്തിൽ നിഷ്കളങ്കരാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഈ മൊണാലിസയുടെ അച്ഛൻ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. തമ്പാനൂർ പോലീസ് മൊണാലിസയുടെ അച്ഛനെ വിളിച്ച ഉടനെ അദ്ദേഹം അത്രയും ദൂരത്ത് നിന്ന് ഇവിടെ എത്തി മകളെ തിരികെ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അവസാന ശ്രമമായിട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല. പ്രായപൂർത്തി ആയതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം പോലീസുകാർക്കോ കോടതിക്കോ ഒന്നും ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കാനും ഇവിടെ സാധ്യതയില്ല. അതുകൊണ്ട് ഈ അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴി അടിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെയാണ്. ഇപ്പോൾ അവളുടെ മുന്നിലുള്ളത് കുറച്ച് മസിലൊക്കെയുള്ള ഒരു ചുള്ളൻ പയ്യൻ, അവനെ കിട്ടി. അപ്പോൾ അവളുടെ ലോകം ഏതാണ്ട് സമ്പൂർണ്ണമായി എന്നൊരു തെറ്റിദ്ധാരണയിലാണ് അവൾ. ഇതുപോലെ തന്നെയാണ് എല്ലാ പെൺകുട്ടികൾക്കും സംഭവിക്കുന്നത്. ആൺകുട്ടികൾക്കും ഇത്തരം അബദ്ധങ്ങൾ റെയറായിട്ടാണെങ്കിലും സംഭവിക്കാറുണ്ട്, കൂടുതലും പെൺകുട്ടികൾക്കാണ്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇവളെപ്പറ്റി എന്തെങ്കിലും വാർത്തകൾ നമ്മൾ കേൾക്കുകയാണെങ്കിലും അത് എത്തരം വാർത്തകളായിരിക്കും. നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുണ്ടാകും. എല്ലാവരും സഹതാപത്തോടു കൂടിയാണ് ഈ വിവാഹത്തിന് ശേഷം അവളെ നോക്കിയത്. എന്താണ് കാരണം? വെറും മതത്തിൻ്റെ കാര്യമല്ല മനുഷ്യർ പറയുന്നത്. അവൾക്ക് എന്തറിയാം? ലോകം എന്താണെന്ന് പോലും അറിയാത്ത ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന 17-18 വയസ്സോ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവൾ എന്തൊരു എടുത്തുചാട്ടമാണ് കാണിച്ചത്. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് സിനിമകളൊക്കെ കിട്ടുന്നുണ്ട്, ആൽബമൊക്കെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു വെള്ളി വെളിച്ചം നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രം. അതിനുശേഷം മുന്നോട്ട് വലിയ ഒരു ജീവിതം കിടപ്പുണ്ട്. ഒരു കടൽ നീന്തി കടക്കേണ്ടതുണ്ട്. ആ കടൽ നീന്തി കടക്കാനുള്ള ശേഷി തനിക്കായോ എന്നവൾ തിരിച്ചറിയുന്നതിന് മുമ്പേ എടുത്ത് ചാടുകയായിരുന്നു ആ ആഴക്കയത്തിലേക്ക്. അതുകൊണ്ട് അധികം സഹതാപം തോന്നുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ വീട്ടിലെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ചില വീഡിയോകളിലൊക്കെ സ്വന്തം അമ്മയുമായിട്ട് വളരെ അധികം സെൻറ്റിമെൻ്റലായി കരച്ചിലൊന്നും അടക്കാൻ കഴിയാതെ അവൾ എവിടെയോ പോകുമ്പോൾ യാത്ര പറഞ്ഞിറങ്ങുന്ന ഒരു രംഗമൊക്കെ കണ്ടിട്ടുണ്ട്. അത്രത്തോളം വീട്ടുകാരോട് അറ്റാച്ച്ഡ് ആയിട്ട് ജീവിച്ച ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം, അതും ഇൻസ്റ്റാഗ്രാമിൽ, എനിക്ക് അതാണ് ഇക്കാര്യത്തിൽ സഹിക്കാൻ വയ്യാത്തത്. 6 മാസം മാത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയം. അവളുടെ സ്വഭാവം കണ്ടിട്ടാണോ, അവളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണോ, അവളുടെ സ്വപ്നങ്ങൾ അറിഞ്ഞിട്ടാണോ, എന്തറിഞ്ഞിട്ടാണ് ആ യുവാവ് ഇവളുമായി പ്രണയത്തിലായത്? ആ യുവാവിന് ഇവളേക്കാൾ നല്ല പ്രായം കൂടുതലുണ്ട്. അവനെ കണ്ടിട്ട് അവൻ അത്യാവശ്യം പ്രായവും പക്വതയൊക്കെ ഉള്ളവനാണ്. ഈ പെൺകുട്ടിയോ പല കാര്യങ്ങളും ആ പെൺകുട്ടി സംസാരിക്കുന്നില്ല. എനിക്ക് ഇവനെ ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാർ വേറെ കല്യാണമൊക്കെ ആലോചിക്കുന്നു, അതിനെനിക്ക് സമ്മതമല്ല, അതുകൊണ്ട് ഇത് എന്ന് മാത്രമല്ലാതെ അവളുടെ വായിൽ നിന്ന് ഇന്നലെ ഒന്നും വന്നില്ല. ഇപ്പം സന്തോഷമായോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പം സന്തോഷമായി എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് തലയാട്ടിക്കൊണ്ട് അവൾ പറയുകയാണ്. വിഷമമാണ് തോന്നുന്നത്, സഹതാപമാണ് തോന്നുന്നത്, ചില സമയത്ത് പുച്ഛമാണ് തോന്നുന്നത്. വിവാഹത്തെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടല്ല, ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തുപോലുമല്ല അവർ കേരളത്തിലേക്ക് വന്നതെന്ന് ആ യുവാവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെ വന്നപ്പോൾ കല്യാണം കഴിക്കാൻ ഒരു മൂഡ് തോന്നി, ഒരു ചായ കുടിക്കാൻ തോന്നി, ചായ കുടിച്ചു എന്ന് പറയുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടാണ് ആ യുവാവ് വിവാഹം കഴിച്ചതിനെ പറ്റി പ്രതികരിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് ആ ദുഃഖത്തിൻ്റെ ആഴം കൂടിയത്. അവളുടെ ഭാവി എന്താകും, ഇനി അവൻ്റെ ഭാവി എന്താകും? എപ്പോഴും ഈ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് സംഭവിക്കുന്നത് ഇലയ്ക്കാണ് എന്ന ചൊല്ല് ഇപ്പോഴും ഒരു പരിധി വരെ ശരിയാണ്. ചിലർ പറയും ഇപ്പോഴത്തെ ഇലയ്ക്കൊക്കെ ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ട് മുള്ളാണ് ഒടിഞ്ഞു പോകുന്നതെന്ന്. ഇല്ല, ഈ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളിൽ തരിപ്പണമാകുന്നത് കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അതിന് അന്നും ഇന്നും മാറ്റമൊന്നുമില്ല. മൂത്ത് നരച്ച എം വി ഗോവിന്ദനും റഹീമും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത് അവർക്ക് വളരെയധികം പിന്തുണ കൊടുക്കുന്നത് കണ്ടു, അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നത് കണ്ടു. അതും പോരാഞ്ഞിട്ട് മാധ്യമങ്ങളോട് ഈ എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഈ ഇവന്മാരുണ്ടല്ലോ,
ഇവന്മാരെന്തൊരു സംഭവം കേരളത്തിൽ നടന്നാലും അത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഇവന്മാരാരും ഇവരുടെ കൂടെ ഭാവിയിൽ ഉണ്ടാവില്ല. എന്നാൽ എന്താണ് അപക്വമായ ആ തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു, എന്താണ് ശരിക്കും അവരെടുക്കേണ്ടിയിരുന്ന തീരുമാനം? കുറച്ചുകൂടി ആ പെൺകുട്ടി പക്വത നേടട്ടെ, അവൾ ലോകം അറിയട്ടെ, അവൾക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, അറ്റ്ലീസ്റ്റ് എന്താണ് തൻ്റെ ഭാവി എന്ന് അവൾ തിരിച്ചറിയാനുള്ള ഒരു പ്രായത്തിലെങ്കിലും എത്തട്ടെ എന്ന് കരുതി 2 വാക്ക് പറഞ്ഞു കൊടുക്കാനോ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഉള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. മതേതരത്വം ഇവിടെ ഒന്നുകൂടി ഒന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള, കൊട്ടിഘോഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു, മുതലെടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന മൂത്ത് നരച്ചവന്മാർ. എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ. കാരണം എന്നിട്ട് ഇയാൾ പറയാണ് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന്. അപ്പം മനസ്സിലായില്ലേ ഇവരുടെ ചിന്ത എവിടെ കിടക്കുന്നു? ഒരാളുടെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അല്ല ചിന്ത. ഇപ്പം ഇവരുടെയൊക്കെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ, ഇവരുടെയൊക്കെ മക്കളാണ് ഈ സ്ഥാനത്തെങ്കിൽ, 17 അല്ലെങ്കിൽ 18 വയസ്സ് കഷ്ടിയായ ഒരു പെൺകുട്ടി, ഇതുവരെയും അറിയാത്ത 6 മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവിനെ വിവാഹം കഴിക്കാൻ പോകുന്നു, ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടി. അപ്പോൾ ആ ഒരു തീരുമാനം ശരിയാണോ എന്ന് മോളെ ഒന്ന് പരിശോധിക്കൂ എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാനും മാത്രം അതിനു പോലും മുതിരാത്ത ഇവരൊക്കെ മുതിർന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇവരൊക്കെ മുതിർന്നിട്ടുണ്ട് ഇവരുടെ കാര്യം നേടാൻ വേണ്ടി, ഇവരുടെ രാഷ്ട്രീയ ലാഭങ്ങളും കൊള്ള ലാഭങ്ങളും നേടാൻ വേണ്ടി ഇവരൊക്കെ മുതിർന്നിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഇവരൊന്നും ഒരിക്കലും മുതിരില്ല, ഇവർ മുതിർന്നിട്ടില്ല. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം ഈ പിന്നെ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകുകയാണ്. ഈ തത്വമൊക്കെയാണ് ഇങ്ങേരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിനൊന്നും ഇവിടെ വിലയില്ല, ഒരാളുടെ ജീവനും വിലയില്ല. ഇവരുടെ ആദർശങ്ങളും ഇവരുടെ കടിച്ചാൽ പൊട്ടാത്ത കുറേ തത്വങ്ങൾക്കും ഒരു വിലയുമില്ലാത്ത കുറേ സിദ്ധാന്തങ്ങൾക്കുമാണ് ഇപ്പോഴും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മോളെ നീ പെട്ടുപോയെന്നേ പറയാനുള്ളൂ. തുടർന്നുള്ള ജീവിതത്തിൽ പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ പറ്റുമോ എന്ന് നീ ശ്രമിച്ചു നോക്ക്. യാതൊരു സാധ്യതയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ യുവാവും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ഈ വിവാഹത്തിലുള്ള അങ്ങേയറ്റത്തെ ഖേദം രേഖപ്പെടുത്താൻ, ശീതളസത്തിലൂടെ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വിവാഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും.